ആതിര ആർ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ട്രീറ്റ്മെൻറ്റുകളൊന്നും ഫലിച്ചില്ല. അതുപോലെ ഞങ്ങൾ ക്ഷേത്രങ്ങളിലെല്ലാം നേർച്ചയും വഴിപാടുകളും ചെയ്തിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. ഞാൻ 6ാമത്തെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കണമെന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടു. മാതാവ് അതേപോലെ തന്നെ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ ഞാൻ മാതാവിനോട് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, മാതാവേ ഞാൻ പ്രഗ്നൻ്റ് ആകുമെങ്കിൽ എനിക്കൊരു സിഗ്നൽ തരണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഞങ്ങളുടെ ഇടയിൽ ഒരു കുട്ടി കിടന്ന് കളിക്കുന്നു. അപ്പം ഞാൻ കുട്ടിയെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് ആരുടെ കുട്ടിയാണെന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്ത് ഒരാൾ ഇരിപ്പുണ്ട്, ഒരു പുരുഷനാണ്. അദ്ദേഹം ഞങ്ങളെ നോക്കി ചിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതെൻ്റെ കുഞ്ഞാണ്, മാതാവ് ഇവിടെ കൊണ്ട് കിടത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു, മാതാവ് എനിക്ക് ഇത്തവണ കുട്ടിയെ തരുമെന്ന്. അങ്ങനെ ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം റിസൾട്ട് പോസിറ്റീവായിരുന്നു. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഡോക്ടർ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞു, ഏജ് ഓവറാണ്, അതുപോലെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായൊരു കുഞ്ഞാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് സുഖപ്രസവമായിരിക്കണം, എൻ്റെ ശരീരം കീറി മുറിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. മാതാവ് നൽകിയ കുഞ്ഞാണെങ്കിൽ അതിനെ എനിക്ക് സുഖപ്രസവത്തോടു കൂടി ആ വേദന അറിഞ്ഞാണ് എനിക്ക് കുഞ്ഞിനെ ലഭിക്കാനെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ ഡോക്ടർ എന്നെ സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് എനിക്ക് മാർച്ച് 18-നായിരുന്നു ഡേറ്റ് പറഞ്ഞിരുന്നത്. മാർച്ച് 7-ാം തീയതിയിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചു വരുത്തി. പക്ഷേ മാതാവ് അത്ഭുതം ചെയ്തു. ഞാൻ സുഖപ്രസവത്തിലൂടെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിൻ്റെ കണ്ണ് ജനിച്ചപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 1.5 വർഷമായപ്പോഴത്തേനും കുഞ്ഞിന് കോങ്കണ്ണ് പോലെ വരാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഉടമ്പടിയിൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ ആ കുഞ്ഞിൻ്റെ കണ്ണ് നേരെയാക്കി കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് തന്ന വെഞ്ചരിച്ച തൈലം കുഞ്ഞിൻ്റെ കണ്ണിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അത്ഭുതകരമായി അത് സൗഖ്യപ്പെട്ടു. പിന്നെ 3ാമത്തേത് എന്ന് പറയുന്നത്, എൻ്റെ കുഞ്ഞിന് കുറച്ച് ദിവസമായിട്ട് പനിയുണ്ടായിരുന്നു. പനി വന്ന് അവന് ശ്വാസം മുട്ടൽ പോലൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ മൂക്കിൽ എന്നും ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ അവിടെ ഒരു മാംസം വളരുന്നത് പോലെ അവന് ശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് തന്ന കുഞ്ഞാണ്, എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ മാതാവേ, ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ, ഇനി ഓപ്പറേഷൻ വല്ലതും ചെയ്യണോ എനിക്കറിയത്തില്ല. മാതാവിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങ് ഏൽപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ആ മുഴ അവിടെ കാണുന്നില്ല. ഇത്രയും തന്ന അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു.